നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണോ? ഇന്നൊരു അവധി ദിവസമാണ്. വാവയ്ക്ക് സ്കൂളിൽ പോകണ്ട, പക്ഷേ ഡാൻസ് ക്ലാസ് ഉണ്ട്. അത് ഉച്ചയ്ക്ക് ശേഷമാണ്. അപ്പോൾ പോകുന്നതിന് മുന്നേ ലഞ്ചെല്ലാം പ്രിപ്പയർ ചെയ്ത് വാവനെ കഴിപ്പിച്ചിട്ട് വേണം വിടാൻ. അപ്പോൾ ഇന്ന് എഴുന്നേറ്റപ്പോൾ തന്നെ കുറച്ച് ലേറ്റായി. 8 മണി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. എഴുന്നേറ്റ് വന്നിട്ട് ഞാൻ ചായ തിളപ്പിച്ച് കുടിച്ചു. അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യം നോക്കുകയാണ്. ബ്രേക്ക്ഫാസ്റ്റിന് ഇന്ന് നമുക്ക് ചപ്പാത്തിയും മുട്ടക്കറിയാണ്. അപ്പോൾ മുട്ട പുഴുങ്ങാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്, മുട്ട പൊട്ടാതിരിക്കാനാണ്. പക്ഷേ അതിൽ ഒരെണ്ണം പൊട്ടിയിട്ടുണ്ടായിരുന്നു. മാവ് ഞാനിവിടെ റെഡിയാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ചൂടുവെള്ളത്തിലാണ് കുഴയ്ക്കുന്നത്. ചിലർ പച്ചവെള്ളത്തിൽ കുഴയ്ക്കാറുണ്ട്. അവർക്ക് ഇതിനെക്കുറിച്ച് നല്ലതായിട്ട് അറിയാവുന്നവർക്ക് പച്ചവെള്ളത്തിൽ കുഴച്ചാൽ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. ഞാൻ ചെറിയ ചൂടുള്ള വെള്ളത്തിലാണ് മാവ് കുഴച്ചെടുക്കുന്നത്. കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുഴച്ചെടുക്കുകയാണ്. അതിനുശേഷം കുറച്ച് എണ്ണയും ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുമ്പോൾ നമ്മൾ ആ മാവിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ തടവി കൊടുക്കണം. ഇല്ലെങ്കിൽ അത് ഡ്രൈ ആയി പോകും. അപ്പോൾ ഞാൻ എണ്ണ തടവിയിട്ട് മാവ് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. അതിനുശേഷമാണ് ഞാൻ സവോളയൊക്കെ കട്ട് ചെയ്തെടുത്തത് നമുക്ക് കറിക്ക് വേണ്ടിയിട്ട്. കറിയുടെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം ചപ്പാത്തി വറുത്തുകയാണ് കേട്ടോ. അപ്പോൾ ഒരു അടുപ്പിൽ കറിയും വെക്കുന്നുണ്ട്, ഒരടുപ്പിൽ ചപ്പാത്തിയും റെഡിയാക്കി എടുക്കാം. അതാകുമ്പോൾ സമയം നമുക്ക് വേസ്റ്റായി പോയില്ലല്ലോ. അപ്പോൾ ചപ്പാത്തി പരത്തുമ്പോൾ എനിക്ക് ചില സമയങ്ങളിലായിരിക്കും നല്ല റൗണ്ടായിട്ട് കിട്ടുന്നത്, ഇല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പൊക്കെ മാറിപ്പോവും. ചിലപ്പോൾ നല്ല റൗണ്ടായിട്ട് കിട്ടാറുണ്ട്. നമ്മുടെ കറി ഇവിടെ റെഡി ആവുന്നുണ്ട്. മുട്ടക്കറി നമ്മൾ സാധാരണ മുട്ടക്കറി വെക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ. കടുക് പൊട്ടിച്ച് അതിലേക്ക് സവോള, തക്കാളി ഇതെല്ലാം ഇട്ടൊന്ന് വഴറ്റിയെടുത്തിട്ട് മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ ഒരു പച്ചമണം മാറിയതിന് ശേഷം വെള്ളം ഒഴിച്ച് നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവിക്ക് വേണ്ടിയിട്ടുള്ള വെള്ളം ഒഴിച്ച് ഒന്ന് തിളപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ മുട്ടക്കറി റെഡിയാവും. കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കുക. പിന്നെ തേങ്ങാപ്പാൽ ഒഴിക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ തേങ്ങാപ്പാൽ ഞാൻ ഒഴിക്കുന്നില്ല, വെള്ളത്തിലാണ് വേവിച്ചെടുക്കുന്നത്. ഇപ്പുറത്തെ അടുപ്പിൽ ചപ്പാത്തിയും റെഡിയാക്കി എടുക്കുന്നുണ്ട്. ഇന്നത്തെ ചപ്പാത്തി അധികം ഹാർഡല്ല കേട്ടോ. നമുക്ക് കഴിക്കാൻ പറ്റുന്ന സോഫ്റ്റ്നെസ്സിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഞാനിങ്ങനെ സൂക്ഷിച്ച് പതുക്കെ നല്ല കെയറും എടുത്ത് ചെയ്തതുകൊണ്ടാണ്, മാവ് കുഴച്ചെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ കിട്ടിയത്. നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. പുഴുങ്ങിയ മുട്ട അതിൻ്റെ തോടൊക്കെ മാറ്റിയിട്ട് ഇട്ട് കൊടുത്തു. ചപ്പാത്തിയും റെഡി ആയിട്ടുണ്ട്. ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ ചോറിനുള്ള വെള്ളം വയ്ക്കുകയാണ്. അടുപ്പത്താണ് ചോറ് വയ്ക്കുന്നത്. എനിക്ക് അടുപ്പത്ത് ചോറ് വെച്ചാലേ ശരിയാവൂ. കുക്കറിൽ ചോറ് വെച്ചാലൊന്നും എനിക്ക് ഇഷ്ടമല്ല. അടുപ്പത്ത് ചോറ് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് ചോറായിട്ട് കിട്ടണമെങ്കിൽ അടുപ്പത്ത് തന്നെ വെക്കണം. അപ്പോൾ എത്ര പാടുണ്ടെങ്കിലും വിറകുണ്ടെങ്കിൽ അടുപ്പിലാണ് ഞങ്ങളിവിടെ ചോറ് വയ്ക്കുന്നത്. കഞ്ഞിക്ക് വെള്ളം ഇട്ടതിന് ശേഷം കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നു, രാവിലെ യൂസ് ചെയ്ത കുറച്ച് പാത്രങ്ങൾ, അതൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്. പാത്രങ്ങൾ കഴുകി വയ്ക്കുമ്പോൾ തന്നെ നമ്മുടെ കിച്ചൺ ക്ലീൻ ആവും. അപ്പോൾ പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി വെക്കുകയാണ്.
പാത്രങ്ങളൊക്കെ കഴുകി ആ സിങ്കും കൗണ്ടർ ടോപ്പും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുകയാണ്. നമ്മൾ പാത്രം കഴുകി കഴിഞ്ഞാൽ ഉടനെ തന്നെ സിങ്കൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് ഇടുക, അല്ലെങ്കിൽ അത് അവിടെ തന്നെ കിടക്കും, പിന്നീട് നമുക്ക് ചെയ്യാൻ ഭയങ്കര മടിയുമായിരിക്കും. അതിനുശേഷം ഞാൻ നമ്മുടെ ഗ്യാസ് അടുപ്പിൻ്റെ പുറമൊക്കെ ഒന്ന് നന്നായിട്ട് തുടച്ചിടുകയാണ്. ഇങ്ങനെ ക്ലീൻ ആക്കി കിടക്കുവാണെങ്കിൽ തന്നെ നമുക്ക് ജോലി ചെയ്യാനൊരു ഉഷാറായിരിക്കും, ഇല്ലെങ്കിൽ ഒരു മടിയായിരിക്കും. എൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയാണെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക. എനിക്ക് ഈ അടുപ്പിൻ്റെ പുറമൊക്കെ ഒന്ന് ക്ലീനായി കിടക്കുവാണെങ്കിൽ ജോലി ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ഒന്നും ഞാൻ കാണിക്കുന്നില്ല. നമുക്ക് സ്പെഷ്യലായിട്ടൊന്നുമില്ല, ഫിഷൊന്നും കിട്ടിയിട്ടില്ല, അതുകൊണ്ട് തന്നെ ലഞ്ചിൻ്റെ കാര്യങ്ങൾ കാണിക്കുന്നില്ല. കുറച്ച് തുണികൾ കഴുകാനുണ്ടായിരുന്നു, അതൊക്കെ കഴുകി വെച്ചിട്ടുണ്ട്. അതിന് ഒലച്ചിടണം. ഞാൻ വാഷിംഗ് മെഷീനിൽ ഒലച്ച് അതിൽ തന്നെ ഞാൻ ഡ്രൈ ആക്കി ഇടാറില്ല. ഞാൻ എൻ്റെ കൈ വെച്ച് തന്നെ 2-3 വെള്ളത്തിൽ ഒലച്ചിട്ടാണ് ഞാൻ വിരിച്ചിടുന്നത്. അപ്പോൾ ഇന്നലെ കഴുകിയ കുറച്ച് തുണികളുണ്ടായിരുന്നു. എത്ര കഴുകിയാലും തീരാത്ത പോലെയാണ് തോന്നുന്നത്. ഡെയിലി തുണികളിങ്ങനെ നിറഞ്ഞുകൊണ്ടിരിക്കും. വാവയാണെങ്കിൽ ഒരു തവണ ഇടുന്ന തുണി ഒരു അരമണിക്കൂർ ഇട്ടിട്ട് അത് പിന്നെ വെള്ളമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ദേഹത്താക്കിയിട്ട് അത് പിന്നെ കഴുകാൻ വേണ്ടിയിട്ടുള്ള ബാസ്ക്കറ്റിൽ കൊണ്ടുവന്നിടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തുണികൾ കൂടിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് എനിക്കിപ്പോൾ തുണി കഴുകാൻ ഒട്ടും ഇഷ്ടമല്ല. പിന്നെ വാഷിംഗ് മെഷീൻ ഉള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ പോകുന്നുണ്ട്, ഇല്ലെങ്കിൽ കല്ലിലിട്ട് അലക്കേണ്ടി വരും. തുണി അലക്കിയതിന് ശേഷം ഞാൻ വന്നിട്ട് ഇന്നലെ കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ചധികം കറിവേപ്പില കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തണ്ടിയിൽ നിന്ന് എടുത്തിട്ട് അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. അവിടെ ആ ഒരു നമ്മുടെ കറിവേപ്പില കിടന്ന ആ ഒരു എന്ന് വെച്ചാൽ സാധാരണ തറയിൽ കൊണ്ടുവന്നിട്ടേക്കായിരുന്നു. അവിടെ ഹോൾസെയിലായിട്ട് പച്ചക്കറിയൊക്കെ കൊടുക്കുന്ന കടയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയ്ക്കുള്ള ഇതേ കാണൂ. അപ്പോൾ നമ്മൾ വേണം അത് കൂടുതലായിട്ട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് കഴുകി അതിൽ വിഷാംശമൊക്കെ പോയെന്ന് ഉറപ്പ് വരുത്തണം. അപ്പോൾ എനിക്ക് അതൊന്ന് ഓർമ്മ വന്നപ്പോൾ എന്തായാലും ഇത് ചെയ്തേ പറ്റുള്ളൂ എന്ന് വിചാരിച്ച് ഒരു വലിയൊരു പാത്രത്തിൽ വെള്ളം എടുത്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും കുറച്ച് വിനീഗറും ഒഴിച്ചിട്ട് നമ്മുടെ കറിവേപ്പില എല്ലാം അതിനകത്ത് മുക്കി വെച്ചിട്ടുണ്ട്. അത് 1 മണിക്കൂറെങ്കിലും അതങ്ങനെ കിടക്കട്ടെ. എനിക്കൊരു സമാധാനത്തിന് വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇന്നലെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് എടുത്ത് വെക്കുകയാണ്. ഓറഞ്ച് വാങ്ങിച്ചു, പൈനാപ്പിൾ, വാട്ടർമെലൺ, പിന്നെ അതുപോലെ ചോളം, അങ്ങനെ കുറച്ച് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഞാൻ ഒരു ബാസ്ക്കറ്റിലാക്കിയിട്ട് എടുത്ത് വെക്കുകയാണ്. പാവയ്ക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കാടമുട്ട മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാനൊരു പാത്രത്തിലാക്കിയിട്ട് ഫ്രിഡ്ജിലേക്ക് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. കാടമുട്ട നല്ലതാണ് കുട്ടിക്ക് കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നു കോഴിമുട്ടയേക്കാളും ഗുണം കൂടുതൽ കാടമുട്ടയ്ക്കാണ്. അപ്പോൾ അത് മേടിച്ചു, അത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ലഞ്ച് കഴിക്കുകയാണ്. നമുക്ക് തീയലും പയറും മെഴുക്കുവരട്ടിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ ലഞ്ചിൻ്റെ കാര്യങ്ങളൊന്നും കാണിക്കാതിരുന്നത്. അപ്പോൾ നല്ല ചൂടുണ്ടായിരുന്നു, അതാണ് ഞാനിങ്ങനെ കുറച്ചായിട്ട് എടുത്ത് കഴിക്കുന്നത്. വാവേനെ റെഡിയാക്കി ഡാൻസ് ക്ലാസ്സിന് വിട്ടിട്ടുണ്ടായിരുന്നു, അതിനുശേഷമാണ് ഞാൻ കഴിക്കുന്നത്. ഇന്നലെ ഗുലാബ് ജാമുൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലഞ്ച് കഴിച്ച് ആ ഒരു ഇത് മാറി എന്തെങ്കിലും കഴിക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ ഞാൻ ഒരു ഗുലാബ് ജാമുൻ എടുത്തിട്ടുണ്ട്. ഒരെണ്ണത്തിന് 12 രൂപയായിരുന്നു. അപ്പോൾ ഞാൻ 4 മേടിച്ചു.
ഫുഡ് അടി എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ വന്നിട്ട് നമ്മൾ നേരത്തെ കറിവേപ്പില വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അത് ഞാനൊരു പേപ്പറിലേക്ക് ഇങ്ങനെ മാറ്റിയിടുകയാണ്. അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് കറിവേപ്പില ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇതല്ലാതെ വേറെ എന്തെങ്കിലും ടിപ്പ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. അപ്പോൾ ഇനി അതുപോലെ ചെയ്യാമല്ലോ. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കുക നിങ്ങൾക്ക് അറിയാവുന്നത്. ഇനി വാവേനെ വിളിക്കാൻ പോകണം. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ഒരു ചോളം ഒന്ന് പുഴുങ്ങി വയ്ക്കാം വാവയ്ക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. വന്നിട്ട് എന്തെങ്കിലും വിശന്നായിരിക്കും വരുന്നത്, ആൾ കളിച്ച് തളർന്നൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ കഴിക്കാൻ വിശപ്പ് കാണും. അപ്പോൾ ഇനി എന്തായാലും ചോറ് കഴിക്കില്ല, അതുകൊണ്ട് തന്നെ നമുക്കൊരു ചോളം പുഴുങ്ങി വയ്ക്കാം. അതാകുമ്പോൾ കഴിക്കും. ഉപ്പും കുറച്ച് മുളകൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വാവയ്ക്ക് ഇഷ്ടമാണ്. കുക്കറിലൊരു 3-4 വിസിൽ കേൾപ്പിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചോളം വെന്ത് കിട്ടും. കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാനതൊന്ന് വേവിച്ചെടുക്കുകയാണ്. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ വാവേനെ പോയി വിളിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ആൾ വന്നിട്ട് കുറച്ച് നേരം പുറത്തൊക്കെ നിന്നു. എന്നിട്ട് ഞാൻ വിളിച്ച് അകത്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് വാവയുടെ ഡാൻസ് ക്ലാസ്സിലെ യൂണിഫോം. ഒരു ഷോളുണ്ട്, നെറ്റിൻ്റെ ഷോളുണ്ട്, അത് കെട്ടിയിട്ടാണ് ഡാൻസ് കളിക്കുന്നത്. യൂണിഫോം എല്ലാം മാറ്റിയതിന് ശേഷം ഞാൻ വാവയ്ക്ക് കഴിക്കാൻ കൊടുത്തു. അപ്പോൾ ആൾ അവിടെ ഇരുന്ന് കഴിക്കുകയാണ്. ആൾ ആദ്യമൊക്കെ കഴിക്കുമെങ്കിലും പിന്നെ പിന്നെ ആകുമ്പോൾ വേണ്ടാന്ന് പറയും. അത് എന്ത് കൊടുത്താലും അങ്ങനെയാണ്. ഇപ്പോൾ എന്ത് നമുക്ക് അവൾക്ക് എന്ത് ഫേവറേറ്റ് ആയിട്ടുള്ള എന്ത് കൊടുത്താലും ആദ്യമൊക്കെ കുറച്ചൊക്കെ കഴിക്കും, അത് കഴിഞ്ഞിട്ട് വേണ്ട മതി എന്ന് പറയും. അപ്പം ഞാനും ഒരു കഷ്ണം എടുത്ത് ഞാനും കഴിക്കുകയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചോളം. അതിനുശേഷം ഞാനും വാവയും കൂടിയിട്ട് പാർക്കിൽ പോയിട്ടുണ്ടായിരുന്നു. എന്നോട് കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് പാർക്കിൽ പോകണമെന്ന്. അപ്പോൾ എന്തായാലും ഇന്ന് അവധിയല്ലേ, അതുകൊണ്ട് നമുക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വാവയും റെഡിയായി നിൽക്കുകയാണ് പോകാൻ വേണ്ടിയിട്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വരാൻ ഭയങ്കര മടിയായിരിക്കും. അവിടെ ചെന്നിട്ട് വേറെ കുട്ടികളുമായിട്ടൊക്കെ കൂട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ ഇടയ്ക്ക് നമ്മളിങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നതായിരിക്കും അവർക്ക് സന്തോഷം. എപ്പോഴും വീട്ടിലിരിക്കുവാണെങ്കിൽ കുട്ടിയൊക്കെയായിരുന്നാലും മടുപ്പുണ്ടാവും. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെയൊക്കെ കൊണ്ടുപോകുന്നത് കുട്ടികൾക്കും ഒരു സന്തോഷം, നമുക്കും അത് കാണുമ്പോൾ ഒരു സന്തോഷം. അപ്പം ഞാൻ അവിടെ ഒരു സ്ഥലത്ത് മാറിയിരിക്കുന്നുണ്ട്. വാവ പോയിട്ട് റൈഡിലൊക്കെ കയറുന്നുണ്ട്. നല്ലൊരു പാർക്കാണ്, അത്യാവശ്യം കളിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഉണ്ട്. കളിച്ചൊന്ന് തളർന്നതിന് ശേഷം ഞാൻ പോയിട്ട് ഐസ്ക്രീം മേടിച്ചു കൊടുത്തു. ഞാനും മേടിച്ചു. ഞാൻ കിവിയുടെ ഫ്ലേവറിൽ ഐസ്ക്രീമാണ്, അപ്പോൾ ഞാൻ കഴിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് കിവിയുടെ ഫ്ലേവറിൽ ഐസ്ക്രീം മേടിച്ചു. അപ്പോൾ കയറണ്ട വാവേ, വെറുതെ അത്. അത് കയറ ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ച് കുറച്ച് സമയം അതിലേക്ക് കൂടി നടന്നു. വലിയൊരു ഊഞ്ഞാലുണ്ടായിരുന്നു, അതിലേക്ക് ഊഞ്ഞാലൊക്കെ ആടി. പിന്നെ ഞാൻ വാവേനെ ആ ഒരു ബൈക്കിൽ കയറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ബൈക്കും ഉണ്ടായിരുന്നു, കാറും ഉണ്ടായിരുന്നു. വാവ ബൈക്കിൽ കയറി. സന്ധ്യയായി വരുന്നുണ്ട്, എനിക്ക് കുറച്ച് കഴിഞ്ഞ് നമുക്ക് തിരിച്ചു പോകണം. അപ്പോൾ വാവ ബാക്കിൽ ഇരുന്ന് ഉറങ്ങുമോ എന്നുള്ളൊരു പേടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് തന്നെ കൂടുതൽ വീഡിയോ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ബൈ.